കേട്ടില്ലേ? നാട്ടിലിപ്പോ ഇതേ ഉള്ളൂ സംസാരം. മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA എന്നിവർക്കെതിരെ KSRTC ഡ്രൈവർ LH യദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സാറേ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയാണ് സാർ. പറ്റി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അബദ്ധമാണെന്ന് ഞങ്ങൾക്കറിയാം. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഈ ആദ്യഘട്ടത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ആളിനെ നമുക്ക് മനസ്സിലായി. കാണിച്ചു തരാടാ. ഇതിനെ തുടർന്നായിരുന്നു ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നിന്നാണ് മേയർക്കെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. ഈ യദുവിന്റെ അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മേയർക്കെതിരെ മറ്റൊരു കേസ് കൂടി വരുന്നത്. സാറ് നന്നായിട്ട് വാദിച്ചു, നന്നായി തോറ്റു. കീപ് ഇറ്റ് അപ്പ്. ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല അവന്റെ നിലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇത്തവണ കേസെടുത്തിരിക്കുന്നത്. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ മേയർക്കെതിരെ കേസെടുക്കാതെ യദുവിനെതിരെ മാത്രം കേസെടുത്തതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. പാവപ്പെട്ടവരെ പിടിച്ചു പറിച്ചിരിക്കണം. ഇവന്മാരെയാണ് ആദ്യം നല്ലേണ്ടത്. അതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ നേരിട്ട് കോടതിയിലേക്ക് കേസിന് പോകും, ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിക്കുമെന്ന് യദു പറഞ്ഞത്. പക്ഷേ പിന്നീട് പോലീസ് തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകി. പോലീസ് തന്നെ കേസെടുക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു യദു ഉണ്ടായിരുന്നത്. നമ്മളില്ലേ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അതിൽ ഇടപെടലുണ്ടായിരിക്കുന്നു. പോലീസിന് കേസെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഇതിനോടകം ഈ വിഷയത്തിൽ ഇതോടുകൂടി 2 കേസുകൾ എന്ന നിലയിലേക്ക് മേയർക്കെതിരെ വന്നു. നമ്മൾ 1 മുഴം മുന്നേ എറിഞ്ഞു, അവര് 2 മുഴം കൂട്ടി അത് തിരിച്ചറിഞ്ഞു. അതാ സംഭവിച്ചത്. അതല്ലേ ഇക്കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല എന്റെ പുകയും കാണും. അതിലൊന്നൊരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസും മറ്റൊന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുള്ള കേസുമാണ് ഇപ്പോൾ നിലവിൽ മേയർക്കെതിരെ ഉള്ളത്. സന്തോഷായി, നല്ല സന്തോഷായി. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.